ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 56. ഔ യഹ്സുലുൽ ഇത്തിഫാഖു, അല്ലെങ്കിൽ റാവികളുടെ ഇസ്മുകൾ അത് തമ്മിൽ ഇത്തിഫാഖാകും. ആ ഇത്തിഫാഖ് ഹാസിലാകും ഫിൽ ഖത്തി വൻ നുത്ഖി, എഴുത്തിലും മൊഴിയലിലും ഒരേപോലെ യോജിപ്പ് ഹാസിലാകും. പക്ഷെ ലാക്കിൻ യഹ്സുലുൽ ഇഖ്തിലാഫു അവിൽ ഇസ്തിബാഹു, എന്നാൽ ഇഖ്തിലാഫ് കരസ്ഥമാകുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഇസ്തിബാഹ് കരസ്ഥമാകുന്നത് അത് തഖ്ദീമു വ തഅഖീരി, തഖ്ദീമു തഅഖീർ കൊണ്ടാണ്. ഇതിലുള്ള പേര് പാപ്പയുടെ പേര് മറ്റേതില് മകന്റെ പേരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീം ചെയ്യുക. അങ്ങനെയാണ് ഇഖ്തിലാഫ് വരുന്നത്. പക്ഷേ എഴുത്തിലും നുത്ഖിലും ഒക്കെ പേര് രണ്ടും ഒരേപോലെയാണ്. ഇങ്ങനത്തെ രൂപം വരും. ആ തഖ്ദീമുൻ തഅഖീർ ഇമ്മാ ബിൽ ഇസ്മൈനി, ഒന്നെങ്കിൽ രണ്ട് ഇസ്മിലും ജുംലത്തൻ മൊത്തത്തിൽ ആ രണ്ട് ഇസ്മിലും അങ്ങനെ തഖ്ദീമുൻ തഅഖീറും വരിക, രണ്ട് ഇസ്മും എഴുത്തിലും മൊഴിയലിലും ഇത്തിഫാഖായും വരിക, അങ്ങനെ ഉണ്ടാവും. ഔ നഹ്വി ദാലിക, ആ രണ്ട് ഇസ്മ് എന്ന് പറഞ്ഞത് ഇതിലേക്ക് അത്തുപ്പായിട്ട് ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ അതുപോലത്തതിൽ. അതുപോലത്തതിൽ എങ്ങനെയാണ് ഉണ്ടാകുക? അത് തഖ്ദീമു തഅഖീറു, തഖ്ദീമും തഅഖീറും സംഭവിക്കും പോലെ എവിടെ? ഫിൽ ഇസ്മിൽ വാഹിദി, ഒരു ഇസ്മിൽ സംഭവിക്കുക. ആ ഒരു ഇസ്മിൽ തന്നെ ഫി ബഅദി ഹുറൂഫി, ആ ഒരു ഇസ്മിന്റെ ചില ഹർഫുകളിൽ. അതിനാണ് ഇസ്മു പോലെയുള്ളത് എന്ന് പറഞ്ഞത്. ആ ഇസ്മിന്റെ ചില ഹർഫിൽ സംഭവിക്കുക. എങ്ങനെ? ബിൻ നിസ്ബത്തി ഇലാ മാ യസ്തബിഹു ബിഹി, അതിനോട് മുസ്തബിഹാകുന്നതിലേക്ക് നിസ്ബ ചെയ്യൽ കൊണ്ട് ഈ ഇസ്മിന്റെ ഒരു ഹർഫിലാണ് എന്തുണ്ടായത്? തഖ്ദീമും തഅഖീറും ഉണ്ടായത്. അതിനോട് മുസ്തബിയാന്ന് പറഞ്ഞാൽ രണ്ട് ഇസ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീമും തഅഖീറും ഉണ്ടാകുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഒരു ഇസ്മിൽ, ആ ഒരു ഇസ്മിന്റെ തന്നെ ചില ഹർഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീമും തഅഖീറും ഉണ്ടാകുക. അങ്ങനെ പറയാം. ഇപ്പൊ രണ്ട് രൂപത്തിൽ വന്നു. മിസാലുൽ അവ്വലി, ഒന്നാമത്തേന്റെ ഉദാഹരണം, അതായത് തഖ്ദീമും തഅഖീറും രണ്ട് ഇസ്മിലും മൊത്തത്തിലായിട്ട് എല്ലാ ഹർഫിലും ഉള്ളതായ നിലയിൽ രണ്ട് ഇസ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീമും തഅഖീറും വന്നതിന്റെ ഉദാഹരണം അൽ അസ്വദ് ബിൻ യസീദ് ബിൻ അസ്വദ്. അവിടെ ഇവിടുത്തെ അസ്വദ് ആകുന്ന മകൻ അപ്പുറത്തെ മറ്റേതില് പിതാവായി, അവിടുത്തെ യസീദ് ഇവിടുത്തെ പിതാവായി അവിടെ മകനുമായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഇസ്മിലും പൂർണ്ണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീമും തഅഖീറും ഉണ്ടായി. വഹുവ ളാഹിറുൻ, ഇങ്ങനെ പൂർണ്ണമായും ഈ രണ്ട് ഇസ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീർ വരുന്ന ഈ രൂപം അത് ളാഹിറാണ്. ഈ പേര് അല്ലെങ്കിൽ ഈ പേര് ളാഹിറാണ്, വ്യക്തമാണ് എന്ന് വെക്കാം. ഇങ്ങനെ ഒരേ പേരിലുള്ള സഹാബികളുണ്ട് എന്നുള്ളത് ളാഹിറാണ്. അതില് സഹാബികളല്ല, റാവികൾ. അതില് ആദ്യത്തത് അസ്വദ് ബിൻ യസീദ് എന്നത് ഒരു താബിയാണ്. രണ്ടാമത്തത് രണ്ടുപേരുണ്ട്. യസീദ് ബിൻ അസ്വദ് എന്നവര് രണ്ടുപേരുണ്ട്. ഒന്ന് യസീദ് ബിൻ അസ്വദ് സ്വഹാബി അൽ ഖുസാഇ ഉണ്ട്, യസീദ് ബിൻ അസ്വദിൽ ജുറഷിയിൽ മുഖ്ലറമി, ഇങ്ങനെ രണ്ടുപേരുണ്ട്. വമിൻഹു, ആ ഇനത്തിൽപ്പെട്ടതാണ്, ഒന്നാമത്തെ ഉദാഹരണത്തിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹി ബിൻ യസീദ് യസീദ് ബിൻ അബ്ദുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്ദീമും തഅഖീറുമായിട്ട് ഇസ്മുകൾ വന്നത്. മിസാൽ താനി, രണ്ടാമത്തേന് ഉദാഹരണം, അതായത് ഒരു ഇസ്മിൽ തഖ്ദീമും തഅഖീറും, ആ ഒരു ഇസ്മിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇസ്മിന്റെ
ചില ഹർഫിൽ എന്ന്. അതിന് ഉദാഹരണം പറഞ്ഞു, അയ്യൂബിന് സയ്യാർ അയ്യൂബിന് യസാർ. ഇവിടെ സയ്യാർ എന്നും യസാർ എന്നും. ഇവിടെ സീന് ഉള്ളടുത്ത അവിടെ എന്തായി? യാ ആയി. യാ ഉള്ളടുത്ത് എന്തായി? സീനുമായി. അങ്ങോട്ടും ഇങ്ങോട്ടും സയ്യാറും യസാറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹർഫിൽ തഖ്ദീം തഅഖീറുമായി ഒരൊറ്റ ഇസ്മിലാണ്. പിന്നെ അയ്യൂബ് എന്നിടത്ത് എന്തില്ല? മാറ്റമില്ല. എഴുത്ത് രണ്ടും ഒരേപോലെയാണ്. സയ്യാറെന്നും യസാറെന്നുള്ളത് എഴുത്ത് ഒരേപോലെയാണ്. പിന്നെ ഈ തഖ്ദീമും തഅഖീറും കൊണ്ടാണ് ആ ഇഖ്തിലാഫ് ഹാസിലായത്. പിന്നെ അൽ അവ്വലു ഒന്നാമത്തെ അയ്യൂബിന് സയ്യാർ എന്നുള്ള ആള് മദനിയാണ്, മഷ്ഹൂറുൻ പ്രസിദ്ധനാണ്, ലൈസ ബിൽ ഖവി റിവായത്തിൽ ഖവിയായ ആളല്ല. വല്ലാഖറു മറ്റേ ആള് അയ്യൂബിന് യസാർ എന്ന ആള് മജ്ഹൂലുൻ മജ്ഹൂലാണ്. അപ്പോൾ അയാളുടെ ഹദീസ് മജ്ഹൂലിന്റെ ഹദീസ് മഖ്ബൂൽ അല്ലല്ലോ. ഖാതിമത്തുൻ ഇനി ഈ മസ്അലകളുടെ ഒക്കെ അവസാനം ഈ കിതാബ് ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മസ്അലകൾ കൊണ്ട് പിന്നെ കിതാബ് അവസാനിപ്പിക്കുകയാണ്. വമിനൽ മുഹിമ്മായ വിഷയത്തിൽപ്പെട്ടതാണ്, മഖ്സൂദായ വിഷയമാണ്. ഫീ ദാലിക ഈ ഹദീസിന്റെ വന്നിൽ ഇന്ദൽ മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ മുഖ്യമായ വിഷയമാണ് മഅരിഫത്തു തബഖാത്തി റുവാത്തി, റാവികളുടെ തബക്കകൾ, അവരുടെ മർത്തബകൾ, അവരുടെ കാലം സമാന് പരിഗണിച്ചുകൊണ്ട്, അവരവരുടെ കാലങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ മർത്തബകളെ മനസ്സിലാക്കുക എന്നത് ഇതിൽ വിഷയത്തിൽ മുഖ്യമായ വിഷയമാണ്. ഫായിദത്തുഹു അങ്ങനെ റുവാത്തുകളുടെ തബക്കകളെ അറിയുന്നതിന്റെ ഫലം, അതുകൊണ്ടുള്ള ഫായിദ അൽ അംനു മിൻ തദാഖുലിൽ മുസ്തബിഹൈനി, പരസ്പര സാദൃശ്യമുള്ള സ്വഹാബികൾ അല്ലെങ്കിൽ റാവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്നാദിൽ കയറി വരുന്നതിൽ നിന്ന് നിർഭയത്വം ഉണ്ടാകുക എന്നതാണ്. അപ്പോൾ അതിൽ പറഞ്ഞ പിന്നെ റാവി ഏത് കാലഘട്ടക്കാരനാണ്, ഏത് തബക്കയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പേരുകൾ തമ്മിൽ അങ്ങനെ റാവികൾ തമ്മിൽ തദാഖുലാകുന്നതിൽ നിന്ന് നിർഭയത്വം ഉണ്ടാവും. അതാണ് അതിന്റെ ഫായിദ. അതുപോലെ തന്നെ ഇംകാനിൽ ഇത്ലാഇ അലാ തബീനി തദ്ലീസിനെ വ്യക്തമാക്കുന്നതിന്റെ മേൽ വഖൂഫ് അലാ ഇത്ലാ സൗകര്യമാകലുമാണ്. അതായത് ഒരു റാവി എന്ത് ചെയ്തു, ഒരു ആളെ തൊട്ട് ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ, അപ്പോൾ തദ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മുദല്ലിസ് ആകുമ്പോൾ ഒരാളെ തൊട്ട് റിവായത്ത് ചെയ്യുക, അയാളെ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ റിവായത്ത് ചെയ്യുമ്പോൾ ആ തദ്ലീസ് ആണ് അത് ആള് മുദല്ലിസ് ആണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ ഈ തബക്ക റുവാത്തുകളുടെ തബക്ക അറിയണം. അപ്പോൾ ആ തദ്ലീസിനെ വ്യക്തമാക്കുന്നതിന്റെ മേല് ഇത്ലാഇന് സൗകര്യമാകുക എന്നതാണ് ഈ മാരിഫത്തുൽ തബക്കാത്തുർ റുവാത്ത് കൊണ്ടുള്ള ഇത്. അൽ വഖൂഫു അല ഹഖീഖത്തുൽ മുറാദി, അത് അത്ബു തഫ്സീർ തന്നെയാണ്. പിന്നെ മറ്റൊരു ഇതനുസരിച്ച് ആദ്യം പറഞ്ഞതിന്റെ പിന്നെ എന്താണ്, ആദ്യം പറഞ്ഞത് ഖാസാണ്. ആ ഖാസിന്റെ മേല് ഈ ആമിനെ എന്താണ് അത്ബ് ചെയ്ത് പറഞ്ഞാണ്. തദ്ലീസിനെ തബീൻ ചെയ്യാൻ പിന്നെ ഈ ഇത്ലാഖ് സൗകര്യമാകുക എന്നുള്ളത് ഖാസാണ്. പിന്നെ വൽ വഖൂഫ് അല ഹഖീഖത്തിൽ മുറാദി മിനൽ അൻഅനത്തിനാലുള്ള പിന്നെ ഹഖീഖത്തുൽ മുറാദ് അത് ഇത്തിസാലാണോ അല്ല മുത്തസിലാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുക, അതിന്റെ മേല് വഖൂഫ് സൗകര്യമാകുക. ഇതും ഈ തബക്കാത്ത് റുവാത്തിനെ അറിയുന്നത് കൊണ്ടാണ് മനസ്സിലാകുന്നത്. അവിടെ പിന്നെ ഇമാം എഴുതി വയദുല്ലു അലാ ഹാദാ മാ ഖാലഹു ദഹബി ഫിൽ മൂഖിള. ദഹബി ഇമാം മൂഖിള എന്ന കിതാബിൽ എഴുതിയ ഒന്ന് വഹുവാദ് കശറഹി ലി കലാമി ശാരി ഹാദ. ഇവിടെ ഇബ്നു ഹജർ തങ്ങളുടെ ഈ കലാമിനിക്കുള്ള ഷറഹ് പോലെ തോന്നിക്കുന്നുണ്ട്. എന്താണ് അത് എഴുതിയത്? അൽ മുദല്ലിസു
മുദല്ലസ് എന്ന് പറഞ്ഞാൽ മുദല്ലിസ് എന്നല്ല, മുദല്ലസായ റിവായത്ത് എന്ന് പറഞ്ഞാൽ മാ റവാഹുൽ റജുലു അൻ ആഖറ, ഒരു റജുല് മറ്റൊരാളെ തൊട്ട് റിവായത്ത് ചെയ്യുക, വലം യസ്മഉഹു മിൻഹു ഔ ലം യുദ്രിക്കുഹു, അയാളെ കേട്ടിട്ടുമില്ല അല്ലെങ്കിൽ എത്തിച്ചിട്ടുമില്ല. എന്നിട്ട് ആ ആള് ഇപ്പൊ ഇൻ സർഹ ബിൽ ഇത്തിസാലി, അയാൾ ഇങ്ങനെ മുത്തസിൽ കൊണ്ട് ആണ് പറയുന്നത് എങ്കിൽ മുത്തസിൽ കൊണ്ട് ശരിയാക്കി എന്നിട്ട് കാല ഹദ്ദസന ഫുലാനൻ എന്ന് പറഞ്ഞാല് അപ്പൊ ബഹുവ കസ്സാബുൻ, ഈ പറഞ്ഞ ആ റജുലെന്താണ് കസ്സാബാണ്. കാരണം ഇയാൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലല്ലോ. അപ്പം പിന്നെ അയാൾ കണ്ട നിലയ്ക്ക് പറഞ്ഞാൽ കസ്സാബാണ്. ഇനി ആ അയാൾ മുദല്ലിസ് ഇൻകാല അൻ എന്ന് അൻ ഫുലാൻ എന്നുള്ള അന്നിട്ടുകൊണ്ട് പറഞ്ഞാൽ എഹ്തമല ദാലിക, അപ്പോൾ അത് പിന്നെ കളവാകാൻ എന്താണ് എഹ്തിമാലുണ്ട്. എന്നിട്ട് അപ്പം ഉദിറ ഫി തബക്കത്തിഹി, അപ്പം പിന്നെ അവന്റെ തബക്കയിൽ നോക്കപ്പെടണം. അൽ യുദിരിക്കും മൻഹുവ ഫൗഖഹു, അതിന്റെ മേളിലുള്ള ആള് ഇയാൾ എത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇൻകാന ലഖീഹു ഫഖദ് ഖറർന, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യുക, സ്ഥിരപ്പെടുത്തും. ഇല്ലം യക്കുൻ ലഖീഹു, കണ്ടിട്ടില്ല എങ്കിൽ അപ്പൊ അംകന അൻ യകൂന മുആസിറഹു, അപ്പൊ അയാളുടെ മുആസിർ ആകാൻ ഇംകാൻ ഉണ്ടോ നോക്കുക. ഫഹുവ മഹല്ലു തറദ്ദുദിൻ, അപ്പോ എന്താണ് തറദ്ദുദിന്റെ മഹല്ലാണ്. ഇല്ലം യുംകിൻ, അപ്പൊ അങ്ങനെ മുആസിർ ആയാൽ തന്നെ ഇപ്പം കണ്ടുകൊള്ളണമെന്നില്ലല്ലോ. അപ്പം മുആസിർ ആയാൽ അപ്പം തറദ്ദുദിന്റെ മഹല്ല, കണ്ടോ കണ്ടിട്ടില്ലയോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് കേട്ടോ കേട്ടിട്ടില്ല എന്ന് തറദ്ദുദുണ്ട്. ഇനി ഇല്ലം യുംകിന്, അങ്ങനെ മുആസിറിന് സൗകര്യമാകാത്തതിലേക്കാണെങ്കിൽ ഇയാൾ പറയുന്നതെങ്കിൽ അപ്പം മുൻഖത്തിൻ, എന്നിട്ട് പറയുമ്പോൾ അത് മുൻഖത്തി ആണ്. ഏതുപോലെയൊക്കെ ഖത്താദ അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ തൊട്ട് ഖത്താദ, അപ്പോൾ എന്താണ് അബൂ ഹുറൈറയെ ഖത്താദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല, പിന്നെ അവർ മുആസിർ ആയിട്ടില്ല, അപ്പോൾ അത് മുൻഖത്തിയാണ്. ഇന്ദഹ, ഈ മൂഖല്ലയുടെ ഹബീമാവിന്റെ കലാം അവസാനിച്ചു. ഫഅല ഹാദ, ഈ പറഞ്ഞ അനുസരിച്ച് ഖൗലുഹു വൽ വുഖൂഫ്, ഇബ്നു ഹജർ തങ്ങളുടെ നമ്മുടെ നുഖ്ബയിലുള്ള കലാം പിന്നെ ഖൗല് വൽ വുഖൂഫ് അല ഹഖീഖത്തിൽ മുറാദി മിനൽ അൻഅനതി മിൻ അത്ഫിൽ ആമി അലൽ ഖാസി എന്നാണ്. പിന്നെ കാരണം അന്നൽ മുറാദ ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ വുഖൂഫ് അല ഹഖീഖത്തിൽ മുറാദി എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഹൽ ഹിയ മഹ്മൂലത്തുൻ അല സമായി, പിന്നെ അത് സമാഇന്റെ മേൽ ഹംല ചെയ്യപ്പെട്ടതാണോ, മുർസലത്തിൻ, അല്ലെങ്കിൽ മുർസലത്തിന്റെ മേൽ ഹംല ചെയ്യപ്പെട്ടതാണോ, മുൻഖത്തിയത്തിന്റെ മേലെ ഹംല ചെയ്യപ്പെട്ടതാണോ എന്നതാണ് ഇപ്പൊ ആ പറഞ്ഞ അൽ വുഖൂഫ് അല ഹഖീഖത്തിൽ മുറാദി മിനൽ അൻഅനതി. അൻഅനത്ത് സമാ ഉണ്ടോ അതല്ല മുർസലാണോ മുൻഖത്തിയാണോ. പിന്നെ തദ്ലീസ് ലഹു മിനൽ ഇൻഖിതാഇ, തദ്ലീസ് എന്നുള്ളത് ഇൻഖിതാഇന്റെ ഒരു ഇനമാണല്ലോ. വല്ലാഹു തആല ആലം. അപ്പോ ഈ മാന അനുസരിച്ച് എന്താണ് ഖാസിന്റെ മേലെ ആമിനെ അത്ബ ചെയ്താണ്. മറ്റൊരു ഇതനുസരിച്ച് ആദ്യം പറഞ്ഞതിട്ട് അത്ബ് തഫ്സീർ ആയിട്ടാണ്, ഇത്ലാഇനത്ത് അത്ബ് തഫ്സീർ ആയിട്ടാണ് വൽ വുഖൂഫ് അല ഹഖീഖത്തിൽ മുറാദി അനത്തി എന്ന് പറഞ്ഞത്. അപ്പൊ ഏതായാലും ആ തദ്ലീസ് അനാനത്ത്, അപ്പൊ അതിന്റെയൊക്കെ ഹഖീഖത്തുൽ മുറാദ് ഇത്ലാ ആകണമെങ്കിൽ എന്ത് ചെയ്യണം, റുവാത്തുകളുടെ തബക്കകൾ അറിയണം. അതാണ് അതുകൊണ്ടുള്ള ഫായിദ. തബഖത്തു, തബക്ക എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇസ്തിലാഹിഹി മുഹദ്ദിസീങ്ങളുടെ ഇസ്തിലാഹിൽ തബക്ക എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ ജമാഅത്തിൻ ഇസ്തറഖു ഫി സിന്നി വ ലിഖാഇൽ മശായിഖി, മശായിഖന്മാരെ കണ്ടുമുട്ടുന്നതിലും അതുപോലെ തന്നെ പ്രായത്തിലുമൊക്കെ പിന്നെ ഇസ്തിറാഖായ ഒരു ജമാഅത്ത്, ഒരു സംഘത്തിനെ തൊട്ട് പറയുന്ന ഇബാറത്താണ് തബക്ക എന്ന് പറയുന്നത്. അപ്പൊ അവര് പ്രായത്തിലും പങ്കായി മശായിഖന്മാരുടെ കണ്ടുമുട്ടുന്നതിലും എന്തായി, അവര് ഇസ്തിറാഖായി. അങ്ങനത്തെ ഒരു സംഘത്തിന് പറയും തബക്ക. പിന്നെ ചിലപ്പോ ഒരു വ്യക്തി തന്നെ ആകും മിന തബക്കത്തൈനി, രണ്ട് തബക്കയിൽപ്പെട്ട ആളായി വരും ഒരു ശഖ്സ് തന്നെ. അതങ്ങനെ ബേത്തിബാറൈനി, രണ്ട് എഴുത്തിബാറുണ്ട്.
ഉദാഹരണത്തിന് മുഖ്ദറമീങ്ങളെ പോലെ അവര് മുഖ്ദറമിയായ തബക്കയിലും വരും, അതുപോലെ തന്നെ അതിന് ശേഷമുള്ള തബക്കയിലും വരും. അപ്പൊ ആ രണ്ട് എഴുത്തിബാർ വെച്ചിട്ട് ഒരു വ്യക്തി തന്നെ രണ്ട് തബക്കയിൽ വരും. അതിന് ഉദാഹരണം പറഞ്ഞേക്കാം അനസിബിന് മാലിക് എന്നവരെ പോലെ. ഇപ്പൊ ഇന്നഹു ഈ അനസിബിന് മാലിക് എന്നവര് മിൻ ഹൈസു സുബൂത്തു സുഹബത്തിഹി അന്നബിയ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം. അനസ് ബിൻ മാലിക് തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള സുഹബത്ത് സ്ഥിരപ്പെട്ടു എന്ന നിലയ്ക്ക് ആ നിലക്ക് നോക്കുമ്പോൾ യുഅദ്ദു ഫീ തബഖത്തി അശറത്തി. അപ്പോ അശറത്ത് മുബശറത്തും അല്ലാത്ത അകാബിറു സഹാബത്തിന്റെ ആ തബക്കയിൽ എന്ത് ചെയ്യും? അശറത്ത് എന്നുള്ളത് മസലം പറഞ്ഞാണ്. അപ്പൊ അശറത്ത് മുബശറത്തും അല്ലാത്തതുമായ സഹാബത്തിന്റെ അതായത് ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെയുള്ള അകാബിറു സഹാബത്തിന്റെ തബക്കയിൽ എന്ത് ചെയ്യും? അനസ് ബിൻ മാലിക് എന്നവരെ എണ്ണപ്പെടും. അതുപോലെ തന്നെ മിൻഹൈസു സിഗരി സിന്നി, ഈ അനസ് ബിൻ മാലിക് തങ്ങൾക്ക് പ്രായം കുറവാണ് എന്ന ഐതിഹ്യത്തിലൂടെ നോക്കുമ്പോൾ യുഅദ്ദു ഫീ തബഖത്തി മൻ ബഅദഹും, ആ അശറത്തിനും വർഷത്തിനൊക്കെ ശേഷമുള്ള ആളുകളുടെ തബക്കയിലും എണ്ണപ്പെടും. അപ്പം ചുരുക്കത്തിൽ ഒരു വ്യക്തി തന്നെ രണ്ട് എഴുത്തിബാർ കൊണ്ട് രണ്ട് തബക്കയിൽ എന്ത് ചെയ്യും? എണ്ണപ്പെടലുണ്ട്. ഫമൻ നളറ ഇല സഹാബത്തി, സഹാബത്തിലേക്ക് നോക്കിയവർ ബേത്തിബാരി സുഹബത്തി, സുഹബത്തിനെ എഴുത്തിബാർ ചെയ്തുകൊണ്ട് സഹാബത്തിലേക്ക് നോക്കിയ ആളുകൾ ജഅലൽ ജമീഅ, ആ സഹാബത്തിനെ മുഴുവനും അവരാക്കി തബഖത്തൻ വാഹിദത്തൻ, ഒറ്റ തബക്കയായി. സഹാബത്ത് മുഴുവനും സഹാബികളാണ് എന്ന് പരിഗണിച്ചിട്ട് അവരെ എല്ലാവരെയും സഹാബത്ത് എന്ന ഒരൊറ്റ തബക്ക തന്നെ അവര് ആക്കി. കാരണം സഹാബത്ത് എന്നുള്ള സുഹബത്ത് എന്ന ഷറഫ് എല്ലാവർക്കും ഹാസിലാണല്ലോ, അതുകൊണ്ട് അവരെ എല്ലാവരെയും ഒരു തബക്കയിൽ പെടുത്തിയവരുണ്ട്. കമാ സനഹ ഇബ്നു ഹിബ്ബാനിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഓയിരിഹി ഇബ്നു ഹിബ്ബാനെ ഓയിറുഹു, കമാ സനഹ ഇബ്നു ഹിബ്ബാൻ ഓയിറുഹു, ഇബ്നു ഹിബ്ബാനും ഓയിറുഹു ഒക്കെ അങ്ങനെയാണ് എല്ലാവരെയും സഹാബത്തിനെ മുഴുവനും ഒറ്റ തബക്കയിൽ പെടുത്തിയവരാണ്. എന്നാൽ വമൻ നളറ ഇലൈഹിം, ആ സഹാബത്തിലേക്ക് നോക്കിയ ആളുകൾ ബിത്തിബാരി ഖദിരിൻ സായിദയായ ഖദറിനെ പരിഗണിച്ചുകൊണ്ട് സഹാബത്തിലേക്ക് നോക്കിയ ആളുകൾ അവര് ആ സായിദയായ ഖദർ ഏതുപോലെ സബ്ഖിലിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് മുൻകടന്ന സഹാബത്ത് എന്ന് പരിഗണിച്ചിട്ട്, ഔ ഷുഹൂദിൽ മശാഹിദിൽ ഫാദിലത്തി, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകൾ, അതുപോലെ വൽ ഹിജ്റത്തി, ഹിജ്റ പോയ ആളുകൾ, അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ജഅലഹും, ആ സഹാബത്തിനെ എല്ലാം അവരാക്കി തബക്കാത്തിൻ, അവർ പല തബക്കകളായിട്ട് എണ്ണിയ ആളുകളും ഉണ്ട്. വൈലാദാലിക, ഇങ്ങനെ പല തബക്കകളായിട്ട് എണ്ണിയതിലേക്കാണ് ജനഹ സാഹിബ് തബക്കാത്ത് അബു അബ്ദുല്ലാഹി മുഹമ്മദ് സയ്യിദുൽ ബഗ്ദാദി, മുഹമ്മദ് ഇബ്നു സഅദ് എന്നവർ, തബക്കാത്തിന്റെ മുസന്നിഫായ ഇബ്നു സഅദ് എന്നവർ ഈ പറഞ്ഞ പല തബക്കകളിലേക്ക് എണ്ണുന്നതിലേക്കാണ് ചാഞ്ഞിട്ടുള്ളത്. അപ്പൊ കിതാബുഹു, ഇബ്നു സഅദ് തങ്ങളുടെ കിതാബ് അജ്മഉമാ ജുമിഅ ഫീ ദാലിക, ഈ വിഷയത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിൽ ഏറ്റവും അജ്മ ആയ കിതാബാണ്. മിനൽ കുത്തുബി, കുത്തുബുകളിൽ നിന്ന് ഏറ്റവും അജ്മ ആയ കിതാബാണ്. അപ്പൊ കദാലിക, ഇപ്രകാരം തന്നെ മൻ ജാഅ ബഅദ സഹാബത്തി റളിയല്ലാഹു അൻഹു, സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന് ശേഷം വന്ന ആളുകളും ഇപ്രകാരം തന്നെ, വഹുമു താബിഊന, ശേഷമുള്ളവർ ആരാ? താബിയങ്ങൾ. അവരെയും ഇതുപോലെ തബക്കളാക്കിയിട്ടുണ്ട്. അതിൽ മൻ നളറ ഇലൈഹിം, ആ താബിയങ്ങൾ എന്ന താബിയിലേക്ക് നോക്കിയ ആളുകൾ ബേത്തിബാരിൽ അഖ്ദിയാൻ ബഅദി സഹാബത്തി, സഹാബത്തിൽ നിന്ന് ചില സഹാബത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു എന്നതിനെ എഴുത്തിബാർ ചെയ്തുകൊണ്ട്, ഫഖത്ത് ആ ചില സഹാബത്തിൽ നിന്ന് സ്വീകരിച്ചു എന്നതിനെ മാത്രം എഴുത്തിബാർ ചെയ്തുകൊണ്ട് അവര് എന്ത് ചെയ്തു? ജഅലൽ ജമീഅ, ആ താബിയങ്ങളെ മുഴുവനുമാക്കി തബക്കത്തൻ വാഹിദത്തൻ, അവരെല്ലാം ഒറ്റ തബക്കയിലുള്ള ആളുകളാക്കി മാറ്റി. കമാസന ഇബ്നു ഹിബ്ബാൻ അയ്ദൻ, ഇബ്നു ഹിബ്ബാൻ അങ്ങനെ താബിയങ്ങളെയും അങ്ങനെ തന്നെയാണ് ഇബ്നു ഹിബ്ബാൻ എണ്ണിയിട്ടുള്ളത്. എന്നാൽ വമൻ നളറ ഇലൈഹിം ബിഇതിബാരി ലിഖാഇ, സഹാബത്തുമായിട്ടുള്ള ലിഖാഇനെ എത്തിബാർ ചെയ്ത്, ആ ലിഖാഇന്റെ കസറത്തും കില്ലത്തും ഒക്കെ പരിഗണിച്ചിട്ട് എന്നർത്ഥം. അതാ ലിഖാഇനെ എത്തിബാർ ചെയ്യുന്ന പറഞ്ഞാൽ മിൻ ഹൈസു കസറത്തിഹി വ കില്ലത്തിഹി, അതിന്റെ കില്ലത്തും കസറത്തും ഒക്കെ എത്തിബാർ ചെയ്തിട്ട്
പിന്നെ താബിയങ്ങളിലേക്ക് നോക്കിയവർ ഖസമഹും ആ താബിയങ്ങളെ അവർ ഓഹരി ചെയ്തു. കമാ പാല മുഹമ്മദ് ബിൻ സാദ് നേരത്തെ ഇബ്നു സാദ് ഞങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവരും താബിയങ്ങളെ ഇങ്ങനെ ഖിസ്മ ചെയ്തിട്ടുണ്ട്. വലി കുല്ലിൻ മിൻഹുമ രണ്ട് നിന്നുള്ള ഓരോരുത്തർക്കും ഉണ്ട് വജുഹുൻ അങ്ങനെ ഓരോ തബക്കകളാക്കുന്നതിൽ അവർക്ക് അതിൻ്റെതായ ന്യായം ഉണ്ട്. വമിനൽ മുഹിമ്മി അയ്ളൻ മഅരിഫത്തു മവാലീദിഹിം വഫയാത്തിഹിം. ഇനി ജനനവും മരണവും ഒക്കെ അറിയാം.